ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഒരു ദുരന്തത്തിന് ശേഷം തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും ഇതാ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയുടെ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ധനുഷ് നായകനായിട്ട് എത്തുന്ന റയാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമായ റയാൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ട്രെയിലറിന്റെ റിവ്യൂ ആണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമകളുടെ വിശേഷങ്ങൾക്കും അതോടൊപ്പം റിവ്യൂകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. റയാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ധനുഷിന്റെ 50ാമത്തെ ചിത്രമാണ്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമ തിരക്കഥയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ വലിയൊരു പ്രതീക്ഷ നൽകുന്ന ചിത്രമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ തന്നെയാണ് ചിത്രത്തിന്റേതായിട്ട് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായത്. എന്തൊക്കെയാണ് ഒരു വയലൻസിന് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുള്ള ഈ ഒരു ട്രെയിലർ തന്നെ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. സൺ പിക്ചേഴ്സ് ആണ്, വെറൈറ്റി ലുക്കൊക്കെയാണ് തോന്നിട്ടുള്ളത്. കാട്ടിലെ ആപത്താണ് മിരുഗം, ഇത് தெரியுமா? காட்டிலே ஸ்ட்ரென்த்தான மிருகம் சிங்கம், காளிதாசம் உண்டது. ஆனா ஆபத்தான மிருகம் ஓநாய். செம்மாய் എല്ലാ പടത്തിലും എസ് ജെ സൂര്യനെയാണ് ഇപ്പൊ തമിഴ് പടത്തിൽ ഇല്ല. ஓநாய் பயங்கர தந்திரம், கூட்டமா சுத்து போட்டு ஸ்கெட்ச் போட்டு சிங்கத்தை அடிச்சிடும். அவன் பெரிய ஆம்பளை தைரியசாலி, அவன் இங்க வந்து போட சொல்லு. ധനുഷിന്റെ 50ാമത്തെ மாதிரி வருவான், இறங்கி செய்வான். പുള്ളിക്ക് റൊമാൻസ് ഒന്നും വരുന്നില്ല, ഫുള്ള് കരിപ്പാന്ന് തോന്നുന്നു. என்ன சொன்ன? டப்புனு கேஸ வாபஸ் வாங்கிட்டா? கெஞ்சி கேட்ட சார். உசிரே நீதானே நீதானே நடலாம். ധനുഷിന്റെ അനിയനാണ് കാളിദാസൻ തോന്നുന്നു. ഇതൊക്കെയാണ് 26-ാം തീയതി ചിലപ്പം ഞെട്ടിക്കാൻ പോകുന്ന ഒരു പടമായിട്ട് റയാൻ എന്ന് പറയുന്ന സിനിമ മാറുമായിരിക്കും. എന്തൊക്കെയാണ് ധനുഷിന് നമുക്ക് മിനിമം ഒരു പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളൊക്കെ തന്നെയാണ് റീസെന്റ് വന്നിട്ടുള്ള എല്ലാ ചിത്രങ്ങളും തന്നെ. അതുകൊണ്ട് തന്നെ ദുരന്തമാകുകയായിരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പോരാത്തിന് അദ്ദേഹം തന്നെ ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ്. അദ്ദേഹം നേരത്തെ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു പവർ പാണ്ടി എന്ന് പറയുന്ന സിനിമ. അതും മികച്ച ഒരു ചിത്രം തന്നെയായിരുന്നു. ഇപ്പം എന്തൊക്കെയാണ് റയാൻ എന്ന് പറയുന്ന സിനിമയോട് ഞെട്ടിക്കും തോന്നി. ഇതിനകത്ത് ആക്ട്രസ് ആയിട്ട് മെയിനായിട്ട് ആരും തന്നെ കാണിച്ചിട്ടില്ല, ജസ്റ്റ് ആ ഒരു തുടക്കത്തിലുള്ള പോർഷനിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതുപോലെ റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അദ്ദേഹം ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് ട്രെയിലറിനകത്ത് കാര്യമായിട്ടുള്ള സോങ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഫുള്ള് വയലൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് വയലൻസ് മാത്രമേ ഉള്ളൂ. അതും ഒരു ഡാർക്ക് റെഡ് മോഡിലാണ് ചിത്രത്തിന്റെ കൂടുതൽ സീൻസും ഈ ട്രെയിലറിനകത്ത് കാണിച്ചിരിക്കുക. എന്തൊക്കെയാണ് ട്രെയിലർ മികച്ചതാക്കിയതുപോലെ തന്നെ പടവും മികച്ചതാകട്ടെ. ഇന്ത്യൻ 2 പോലെ ഒരു ദുരന്തം ആകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയാണ് ഈ ഒരു റയാൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ. അപ്പൊ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.